റിപ്പോർട്ടർ ഇംപാക്ട് തിരുവനന്തപുരം പെരിങ്കടവിളയിലെ അരിഷ്ടത്തിന്റെ മറവിലുള്ള ലഹരി വിൽപ്പനയിൽ സ്ഥാപന ഉടമ തങ്കരാജിനെയും ജീവനക്കാരൻ അനീഷിനെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും അമരവിള റേഞ്ച് എക്സൈസ് ടീമിന് കൈമാറും. സ്ഥാപനത്തിൽ രോഗികളുടെ രേഖകളോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ സൂക്ഷിച്ചിട്ടില്ല. കൃത്യമായ മറുപടി തങ്കരാജ് നൽകിയില്ലെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാൻ പറഞ്ഞു. അരിഷ്ടം പരിശോധനയ്ക്ക് അയക്കും. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധനയടക്കം നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നടന്നത് ലഹരി കച്ചവടം തന്നെയാണ് അരിഷ്ടത്തിന്റെ മറവിൽ എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എക്സൈസും എത്തുകയാണോ? തിരുവനന്തപുരം പെരിങ്കടവിളയിലെ സ്ഥാപനത്തിൽ അരിഷ്ടത്തിന്റെ മറവിലാണ് അമിതമായി മദ്യം കൂടി ചേർത്തുകൊണ്ടുള്ള പാനീയം വിൽപ്പന നടത്തിയിരുന്നത്. അരിഷ്ടമെന്ന പേരിലായിരുന്നു വിൽപ്പന. ഇത് അവിടെ വെച്ച് തന്നെ ഉപയോഗിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളടക്കം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. അനുവദനീയമായതിലും അധികം അളവിൽ ആൽക്കഹോൾ ഈ അരിഷ്ടം നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അരുൺ സോളമൻ കേൾക്കാമെന്ന് കരുതുന്നു. ഉടമയും ജീവനക്കാരനും ഇപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ കസ്റ്റഡിയിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? 2 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണിത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ സോളമനെയും ഒപ്പം ആദിൽ പാലോടിനെയും നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ഇന്ന് രാവിലെ നടന്ന പരിശോധനയിൽ ഇന്ന് 9 മണിക്ക് ശേഷമാണ് ഈ സ്ഥാപനത്തിലേക്ക് എക്സൈസ് സംഘം എത്തിയത്. ഇപ്പോൾ ഉടമ തങ്കരാജും ജീവനക്കാരൻ അനീഷും കസ്റ്റഡിയിലായിരിക്കുകയാണ്. അവിടെ നിന്ന് കണ്ടെടുത്ത അരിഷ്ടം അത് പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ അറിയേണ്ടത് അരിഷ്ടത്തിന്റെ മറവിൽ ഈ കച്ചവടം എത്ര കാലമായി നടത്തുന്നു, അതോടൊപ്പം തന്നെ ഈ അരിഷ്ടത്തിൽ അല്ലെങ്കിൽ അരിഷ്ടം എന്ന പേരിൽ വിൽപ്പന നടത്തുന്ന പാനീയത്തിൽ മദ്യം കലർത്തുന്നതിനായി അത് അതിർത്തി കടന്നെത്തുന്ന വ്യാജമദ്യമാണോ, എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അതിന്റെയൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അരിഷ്ടം ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കാൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഉടമയും ജീവനക്കാരനും എക്സൈസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അരുൺ സോളമൻ കേൾക്കാമെന്ന് കരുതുന്നു. അരിഷ്ട വിൽപ്പനശാലയിലെ എക്സൈസ് പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ ഉടമയെ അടക്കം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വിവരങ്ങൾ സുജയ, പ്രധാനമായിട്ടും 2 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ സംഘം ഇരുവരെയും കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഷോപ്പിന്റെ ഉടമയായിട്ടുള്ള തങ്കരാജിനെയും ഈ ഷോപ്പിലെ സ്റ്റാഫായിട്ടുള്ള അനീഷിനെയുമാണ് പാറശാല റേഞ്ച് ഓഫീസിലേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇവരെ കൈമാറിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന ആരംഭിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഇവിടെ ഈ പരിശോധനയ്ക്കായിട്ട് എത്തിയത്. പ്രധാനമായിട്ടും ഇവിടെ നിന്നും കണ്ടെടുത്തത് ഇവർ ഒരു കാലങ്ങളായിട്ട് ഇവിടെ നിന്നും ഈ വന്ന് അരിഷ്ടം കുടിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധി ഒഴിഞ്ഞ ബോട്ടിലുകൾ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിപ്പോൾ ഈ കസ്റ്റഡിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അമരവിള റേഞ്ച് ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഫൈൻ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചുമത്തുക. പക്ഷേ അപ്പോഴും ഇവരുടെ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പുറത്തുവിടും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഷാജഹാൻ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള രോഗികളുടെ വിവരങ്ങളോ ഈ ഷോപ്പിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു പരിശോധനയായിരുന്നു നീണ്ടുപോയത്. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ തങ്കരാജ് നൽകിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയാണ് ഷാജഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ളൊരു നടപടി വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മദ്യം എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല തങ്കരാജ്. അതുകൊണ്ട് തന്നെ ഒറ്റശേഖരമംഗലത്ത് നിന്നാണ്, ശക്തി ഫാർമസിയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ബോട്ടിലുകൾ ഇവിടെ എത്തുന്നുള്ളൊരു വിവരം എന്തായാലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നുള്ളതാണ് സുജയ ഇപ്പോൾ ഈ ഷാജഹാൻ ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചകർമ്മ ചികിത്സയുടെ മറവിലാണ് അരിഷ്ടം ഇങ്ങനെ വിറ്റിരുന്നത്. ഇപ്പോൾ 2 പേരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്.